മഴക്കെടുതി മൂലം കായംകുളം മണ്ഡലത്തിലുണ്ടായ വ്യാപക നാശനഷ്ടം വിലയിരുത്തുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചുവെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. നമ്മുടെ കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ നമ്മുടെ മണ്ഡലത്തിലാകെ തന്നെ പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുക, അതുപോലെ തന്നെ പല വീടുകൾക്കും ഡാമേജൊക്കെ ആയിട്ടുണ്ട്. അടിയന്തരമായിട്ട് അതിന് ഒരു മീറ്റിംഗ് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി തന്നെ മീറ്റിംഗ് കൂടുകയും ഇന്നിപ്പം വൈകുന്നേരം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ കൃത്യമായി തിട്ടപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ എല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളും ഉണർന്ന് പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള സമയത്ത് അതുപോലെ നമ്മുടെ സിവിൽ ഡിഫൻസ് ടീം അടക്കം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ടീമും നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റി, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ഓൾറെഡി ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൊണ്ട് മണ്ഡലത്തിലാകെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നൊക്കെയുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. എന്തായാലും നഷ്ടപരിഹാരം കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഏറ്റവും സത്വരതയിൽ നടത്താൻ തന്നെ ഉള്ള ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസം എനിക്ക് എല്ലാവരോടും ഒരു അഭ്യർത്ഥന, നമ്മളുടെ വീടുകളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ, ശാഖകളുണ്ടെങ്കിൽ, അപകടകരമായിട്ടുള്ളതുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അത് മുറിച്ചു മാറ്റാനായിട്ട് സ്വമേധയാ എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കൈകളിൽ അല്ല പ്രകൃതിയുടെ ക്ഷോഭം, നമ്മൾക്കൊരിക്കലും നമ്മളുടെ കൈകളിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അപകടകരമായിട്ട് ചാഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ ആടി നിൽക്കുന്ന മതിലുകളോ അതുപോലെ അപകടകരമായ വൃക്ഷങ്ങളോ എന്താണെങ്കിലും അതിനൊക്കെ കൃത്യമായി തന്നെ അതിനൊരു വാർഡ് തലത്തിൽ തന്നെ സമിതികളുണ്ട്, പഞ്ചായത്ത് തലത്തിൽ തന്നെ സമിതികളുണ്ട്. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൃത്യമായി ഇത്തരം കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും രംഗത്തുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും കരുതലോടിരിക്കുക. കാരണം വരുന്ന മഴ കുറച്ചധികമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം പുരയിടത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും മതിലുകളും മറ്റും നീക്കം ചെയ്യാനുള്ള ശ്രമം അവരവർ തന്നെ നടത്തണം. KSEBക്ക് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ ഇന്നലെ തന്നെ പോസ്റ്റ് ഒടിയുകയും മറിയുകയും ഒക്കെ ചെയ്ത് അത് ഒത്തിരി അപകടവുമാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വലിയൊരു കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. KSEBയുടെ ഇത്തരത്തിലുള്ള നഷ്ടം തീർച്ചയായിട്ടും കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തൊരു വിഭാഗം KSEBയാണ്. കാരണം ഏത് ദുരന്തത്തിലും ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടി വരുന്ന KSEBക്കാണ്. അപ്പോൾ KSEB വിജിലൻ്റ് ആയിട്ടിരിക്കും. അപ്പം KSEBക്ക് എല്ലാ സപ്പോർട്ടും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നൽകണം. മന്ത്രിയുടെ ഇപ്പോൾ ഇത് കായംകുളം മണ്ഡലത്തിലെ മാത്രം പ്രശ്നമല്ല, തീർച്ചയായിട്ടും മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കും. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സെൽഫായിട്ട് എല്ലാവരും ഒരു കരുതലോടുകൂടി ഇരിക്കേണ്ട സമയമാണെന്ന് കൂടി പറയുകയാണ്.